നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഇല്ലെന്നും കറണ്ട് പോകുന്നത് ലോഡ് കൂടുമ്പോഴെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പെട്ടെന്നുണ്ടായ പ്രതിസന്ധിയിൽ വ്യക്തത വരുത്തേണ്ടത് റെഗുലേറ്ററി കമ്മീഷൻ. വൈദ്യുതി വാങ്ങുന്നതിന് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് നടപടി വൈകിയപ്പോൾ ബോർഡ് ഇടപെട്ടുവെന്നും മന്ത്രി. പിണറായി സർക്കാരിന്റെ കാലത്ത് ആരും അറിയാതെ സംസ്ഥാനത്ത് പവർ കട്ട് ഏർപ്പെടുത്തിയെന്ന മുൻ KCB ചെയർമാൻ ബിജു പ്രഭാകർ. പ്രിൻസിപ്പൽ സെക്രട്ടറി B. അശോകിന് സസ്പെൻഷൻ. നടപടി സർക്കാർ നയങ്ങളെ മാധ്യമങ്ങളിലൂടെ വിമർശിച്ചു എന്ന കാരണത്താൽ. സസ്പെൻഷൻ പ്രതികാര നടപടിയെന്നും ചട്ടവിരുദ്ധമെന്നും B. അശോക്. മിൽമ പാൽവില കൂട്ടാൻ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ധാരണ. പെരുമാറ്റച്ചട്ടം അവസാനിച്ച ശേഷം തീയതി തീരുമാനിക്കും. എത്ര രൂപ കൂട്ടണമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് ചെയർമാൻ. വില കൂട്ടാൻ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ടെന്നും വൈകുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്നും എറണാകുളം യൂണിയൻ. ശബരിമലയിൽ പോയ യുവതികൾ വിശ്വാസികളാണോ എന്ന് സുപ്രീം കോടതി. ബിന്ദു അമ്മിണിയും കനകദുർഗയും കേരളത്തിൽ നിന്നുള്ള ഹിന്ദുക്കളാണെന്ന് അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗ്. പരിഷ്കാരത്തിന്റെ പേരിൽ ഒരു മതത്തിന്റെ അന്തസത്ത തകർക്കരുതെന്ന് കോടതി. നിരീക്ഷണം യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദത്തിനിടെ. പശ്ചിമബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. 3 മണിവരെ 78.7% പോളിംഗ്. ഡയമണ്ട് ഹാർബർ മേഖലയിൽ വോട്ടിംഗ് മെഷീനിൽ BJPയുടെ ചിഹ്നം മറച്ചതിനെ തുടർന്ന് സംഘർഷം. കേരളം ഉൾപ്പെടെ 5ഇടങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ അല്പസമയത്തിനകം. സംസ്ഥാനത്ത് നിലവിൽ ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നിലവിൽ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് വൈദ്യുതി ഉപഭോഗം കൂടുമ്പോൾ ഡ്രിപ്പാകുന്നതാണെന്ന് മന്ത്രിയുടെ വിശദീകരണം. റെഗുലേറ്ററി കമ്മീഷന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് കമ്മീഷൻ തന്നെ വ്യക്തമാക്കണമെന്നും വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം കാലാവസ്ഥയാണെന്നും മന്ത്രി പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധിക്കിടെ വിചിത്ര വിശദീകരണവുമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നിലവിൽ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് വൈദ്യുതി ഉപഭോഗം കൂടുമ്പോൾ ട്രിപ്പ് ആകുന്നതാണ് എന്നായിരുന്നു മന്ത്രിയുടെ വാദം. കേരളത്തിൽ നിലവിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓവറായിട്ട് ഉപയോഗം വരുമ്പോൾ ട്രിപ്പ് ആകുകയാണ്, അത്രയേ ഉള്ളൂ. അത് 10 മിനിറ്റോ 5 മിനിറ്റോ അതായത് ലോക്കൽ ഓഫീസേഴ്സിന് അങ്ങനെയല്ല. ട്രിപ്പാകുന്നതിനും ലോഡ് ഷെഡിങ്ങിനും വ്യത്യാസമുണ്ട്. ഇല്ല, ഇപ്പം ഇല്ല. 250 മെഗാവാട്ട് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാനുള്ള പെറ്റീഷനുമായി ബന്ധപ്പെട്ട് KSEBയും റെഗുലേറ്ററി കമ്മീഷനും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷന് കഴിഞ്ഞ 8-ാം തീയതി KSEB പെറ്റീഷൻ നൽകിയിട്ടും കമ്മീഷൻ നടപടികൾ വൈകിപ്പിച്ചുവെന്നാണ് വൈദ്യുതി വകുപ്പ് വ്യക്തമാക്കുന്നത്. 24-ാം തീയതി റെഗുലേറ്ററി ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് നടത്തിയെങ്കിലും അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവിറക്കിയില്ല. പിന്നീട് മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടപ്പോഴാണ് 26-ന് ഉത്തരവിറങ്ങിയത്. അപ്പോഴേക്കും പവർ എക്സ്ചേഞ്ചിൽ വൈദ്യുതി ലഭ്യമല്ലാത്ത സാഹചര്യമായിരുന്നു. കഴിഞ്ഞ 18 വരെ വൈദ്യുതി ലഭ്യമായിരുന്നു. പെറ്റീഷനിൽ നേരത്തെ തീരുമാനമെടുത്തിരുന്നെങ്കിൽ നിലവിലെ പ്രതിസന്ധി ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നുവെന്ന് KSEB വ്യക്തമാക്കുന്നു. വിവാദങ്ങൾക്കിടെ മന്ത്രി റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തിന് 250 മെഗാവാട്ട് വൈദ്യുതി ലഭിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അധിക വൈദ്യുതി ലഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. റെഗുലേറ്ററി കമ്മീഷന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് കമ്മീഷൻ തന്നെ വ്യക്തമാക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർക്കാരിനെ വെട്ടിലാക്കുന്ന തുറന്നുപറച്ചിലുമായി ബിജു പ്രഭാകർ IAS. പിണറായി സർക്കാരിന്റെ കാലത്ത് ആരും അറിയാതെ സംസ്ഥാനത്ത് പവർ കട്ട് ഏർപ്പെടുത്തിയെന്ന് KCB മുൻ ചെയർമാൻ കൂടിയായ ബിജു പ്രഭാകർ പറഞ്ഞു. നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ എന്ന പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു തുറന്നുപറച്ചിൽ. താൻ ചെയർമാനായിരിക്കെ തന്നെ പലതവണ പവർ കട്ട് നടപ്പാക്കിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി ബിജു പ്രഭാകർ IAS. 10 വർഷം പവർ കട്ട് നടപ്പിലാക്കിയിട്ടില്ല എന്ന വാദം തെറ്റാണെന്നും കേരളം നമ്പർ 1 ആണെന്ന് വിശ്വസിക്കുന്നത് അടിമകളാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്പർ 1 എന്നൊന്നും പറയേണ്ടതില്ല. 30% ആൾക്കാർ നമ്മുടെ സർക്കാർ ആശുപത്രി വരുന്നുള്ളൂ. ബാക്കി 70% പ്രൈവറ്റ് ആശുപത്രി പോയി. ഇപ്പൊ പ്രസവത്തിനാണെന്നുണ്ടെങ്കിൽ ഏത് പാക്കേജ് വേണമെന്നാണ് ചോദിക്കുന്നത്. 50,000 രൂപ തൊട്ട് 3 ലക്ഷം രൂപ വരെയുള്ള പാക്കേജ് ഉണ്ട്. ഏത് പാക്കേജ് വേണമെന്നാണ്. എന്നിട്ട് കുഞ്ഞിനൊരു കുഴപ്പം പറ്റിയില്ലെങ്കിൽ നമ്മുടെ നമ്പർ 1 IMR ഞങ്ങൾ കുറച്ചു. ആരോടെ ഈ നറേറ്റീവ് പറയുന്നത്? ഇത് വിശ്വസിക്കുന്ന കിണറ്റിലെ തവളകളായിട്ടുള്ള കുറച്ച് ആൾക്കാർ, അടിമകൾ ഇവിടെ കിടപ്പുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നല്ല ഭരണാധികാരികളെയാണ് ആവശ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് നടന്ന നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലായിരുന്നു തുറന്നുപറച്ചിൽ. മുൻ DGP A. ഹേമചന്ദ്രനാണ് ബിജു പ്രഭാകർ എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്തത്. സിസ്റ്റം വിമർശകരുടെ സംഗമവേദിയാവുകയായിരുന്നു പുസ്തക പ്രകാശന വേദി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകിന് സസ്പെൻഷൻ. സർക്കാർ നയങ്ങളെ മാധ്യമങ്ങളിലൂടെ വിമർശിച്ചു എന്ന കാരണം കാട്ടിയാണ് സസ്പെൻഷൻ. പ്രതികാര നടപടി എന്നും ചട്ടവിരുദ്ധമെന്നും ബി അശോക് പ്രതികരിച്ചു. എബി ജോൺ തോമസ് വിശദാംശങ്ങൾ നൽകും. എബി, ബി അശോകിനെ സംബന്ധിച്ച് എപ്പോഴും ഏതെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെടുന്ന ഉദ്യോഗസ്ഥനായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ഇപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സസ്പെൻഷൻ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ. അഖില പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള നടപടികൾ നേരിട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സർവീസ് കാലഘട്ടത്തിൽ ഇങ്ങനെ സർക്കാരിന്റെ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വിമർശനം ഉന്നയിക്കേണ്ട സമയമാണെങ്കിൽ ആ സമയങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുക എന്നുള്ള ഒരു രീതി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം എഴുതുമ്പോഴാണെങ്കിലും പറയുമ്പോഴാണെങ്കിലും ഒക്കെ തന്നെ ആ ഒരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അത് തന്റെ അഭിപ്രായം വ്യക്തിപരമായ എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം അത് പറയുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത് ഒരു പോഡ്കാസ്റ്റുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിക്കാണ്. സോഷ്യൽ മീഡിയയിൽ സർക്കാരിന്റെ അനുമതിയില്ലാതെ ഇടപെടൽ നടത്തി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഒപ്പം തന്നെ ചട്ടവിരുദ്ധമായിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ആ ഒരു സസ്പെൻഷൻ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഏത് കാര്യത്തിന് അല്ലെങ്കിൽ ഏത് കാര്യമാണ് സർക്കാരിന് അനഭിമിതനായിട്ട് താൻ ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് വിശദമാക്കിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു പ്രതികരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ അത് തിടുക്കപ്പെട്ട് അതിനെതിരെ ഒരു നടപടിക്ക് പോകേണ്ട ഒരു സ്ഥിതി നിലവിലില്ല എന്നുള്ള അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം നിലവിൽ ഇവിടെയുള്ള ഒരു കാവൽ മന്ത്രിസഭയാണ്. ഇനിയിപ്പോൾ 4-ാം തീയതി ഇലക്ഷന് റിസൾട്ട് വരാനിരിക്കുന്നു. ആ സമയത്ത് അതിനുശേഷം പുതിയ സർക്കാർ രൂപീകരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. തുടർന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിടുക്കപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. സർക്കാരിനെ വിമർശിക്കേണ്ട സമയത്ത് കൃത്യമായ രീതിയിൽ വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്ന നിലയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഈ KSEBയുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. KSEBയുടെ തലപ്പത്തും അദ്ദേഹം ഉണ്ടായിരുന്നു. അന്ന് ഈ കഴിഞ്ഞ ദിവസം അതായത് 2 ആഴ്ചവും അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ 10 വർഷമായി ലോഡ് ഷെഡിംഗ് ഇല്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം എന്നുള്ള നിലയിലേക്ക് അത്തരത്തിലൊരു വലിയൊരു പ്രഖ്യാപനം നടത്തേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ടായി. എന്നാലും അതിനുശേഷം കൃത്യം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വൈദ്യുതി നിയന്ത്രണം ഉൾപ്പെടെ നടത്തേണ്ട ഒരു സ്ഥിതിയിലേക്ക് സർക്കാർ എത്തുന്ന നില പോലും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ സർക്കാരിന്റെ പല രീതികളെയും അത് തുറന്നു കാട്ടുന്നത് തന്നെയായിരുന്നു. എന്തായാലും പക്ഷേ പല മന്ത്രിമാരും അദ്ദേഹത്തെ തങ്ങളുടെ വകുപ്പുകളിലേക്ക് വേണം, അത് കാരണം അത്രമാത്രം എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ള തരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു നിലയും ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും ഇത്തരത്തിൽ വിമർശനങ്ങൾ മാത്രമല്ല തന്നെ ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യമായി ചെയ്യും. പക്ഷേ ഇത്തരത്തിൽ വിമർശിക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായ രീതിയിൽ പോയിന്റ് ഔട്ട് ചെയ്യുകയും അത് വിമർശനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്ന ഒരു നില അദ്ദേഹം പലപ്പോഴും സ്വീകരിക്കാറുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ നടപടി അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ചട്ടവിരുദ്ധമാണ്. ഈ നടപടി അതായത് സസ്പെൻഷൻ നടപടി ചട്ടവിരുദ്ധമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു കമന്റായി ഇപ്പോൾ വന്നിരിക്കുന്നത്. അഖില, ശരി, എബിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മിൽമ പാൽവില വർധനവിൽ ഉടൻ തീരുമാനമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും അനുകൂല തീരുമാനമുണ്ടാകാത്തതിനെ തുടർന്നാണ് നടപടി. വില വർധനവിൽ അന്തിമ തീരുമാനം മെയ് 6-ന് ശേഷം നടക്കുന്ന അടിയന്തര യോഗത്തിൽ സ്വീകരിക്കും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മിൽമ പാൽ വില വർധനവ് സംബന്ധിച്ചുള്ള തീരുമാനം ഉടനില്ലെന്ന് മിൽമ ചെയർമാൻ KS മണി വ്യക്തമാക്കി. അടുത്ത ബോർഡ് യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. ഇന്ന് നമ്മൾ അജണ്ട വെച്ച് ഇന്നത്തെ ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യാനായിട്ട് വെച്ചിരുന്നു. അതോടൊപ്പം തന്നെ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതുകൊണ്ട് പെരുമാറ്റച്ചട്ടം ഒന്ന് റിലാക്സ് ചെയ്ത് തരുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നമ്മൾ കത്തും കൊടുത്തു. പക്ഷേ ഇന്ന് വരെ നമ്മൾ ബോഡി യോഗം തുടങ്ങുന്നത് വരെ തന്നെ പെരുമാറ്റച്ചട്ടം റിലാക്സ് ചെയ്തിട്ടുള്ളൊരു ഉത്തരവ് വരാത്ത സാഹചര്യത്തിൽ ആ അജണ്ടയിൽ ഫർദറായിട്ട് ഡിസ്കസ് ചെയ്ത് ഇപ്പോൾ തീരുമാനിക്കേണ്ട. അടുത്ത പെരുമാറ്റച്ചട്ടം കാലാവധി കഴിഞ്ഞതിന് ശേഷം ഒരു ഭരണസമിതി യോഗം ചേർന്ന് ഉചിതമായ തീരുമാനം എടുക്കാമെന്നാണ് ഇന്നത്തെ ബോർഡിൽ തീരുമാനിച്ചിട്ടുള്ളത്. യോഗം പുരോഗമിക്കുന്നതിനിടെ എറണാകുളം മേഖലാ യൂണിയൻ ഭാരവാഹികൾ ഇറങ്ങിപ്പോയി. പാൽവില കൂട്ടുന്നതിൽ തീരുമാനമാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇറങ്ങിപ്പോക്ക്. വില വർധന വൈകിപ്പിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയാണോ എന്ന് സംശയിക്കുന്നുവെന്ന് മിൽമ ഡയറക്ടർ ബോർഡ് അംഗവും എറണാകുളം യൂണിയൻ ചെയർമാനുമായ CN വത്സരൻ പിള്ള പറഞ്ഞു. പാൽവില വർദ്ധിപ്പിക്കുന്നതിന് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനം നടപ്പാക്കുന്നത് വൈകി പോവുകയാണ്. നമ്മുടെ അവകാശം എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് കിട്ടേണ്ട അവകാശം ഇന്ന് കിട്ടണ്ടേ? ഇനി മാറ്റി വയ്ക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ടോ? അപ്പോൾ ഇത് 2025 ഡിസംബറിൽ തീരുമാനിച്ച കാര്യം ഇതുവരെയും നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. പാൽവില വർദ്ധിപ്പിക്കുന്നത് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനം നടപ്പാക്കുന്നതിൽ വൈകുന്ന ഇതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇറങ്ങി വന്നിട്ടുള്ളത്. ഞങ്ങൾക്കതിൽ
രാഷ്ട്രീയമായ ഉദ്ദേശമുണ്ടോ എന്ന് സംശയം ഇപ്പോൾ ഞങ്ങൾക്ക് ജനിച്ചിട്ടുണ്ട്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വിലവർധനവിൽ മിൽമ തേടിയിരുന്നു. അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം വൈകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല യുവതീ പ്രവേശന കേസിൽ വീണ്ടും നിർണായക നിരീക്ഷണവുമായി സുപ്രീംകോടതി. പരിഷ്കാരത്തിന്റെ പേരിൽ ഒരു മതത്തിന്റെ അന്തസ്സത്ത തകർക്കരുത്. കേസിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദത്തിനിടയിലായിരുന്നു പരാമർശം. ശബരിമലയിൽ കയറിയ യുവതികൾ വിശ്വാസികളാണോ എന്നും ജസ്റ്റിസ് BV നാഗരത്ന ചോദിച്ചു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചിനു മുൻപിൽ യുവതീ പ്രവേശനം അനുകൂലിക്കുന്നവരുടെ വാദത്തിനിടയിലായിരുന്നു കോടതിയുടെ നിർണായക പരാമർശം. പരിഷ്കാരത്തിന്റെ പേരിൽ ഒരു മതത്തിന്റെ അന്തസ്സത്ത ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് ബെഞ്ച് നിരീക്ഷിച്ചു. മതത്തിന്റെ അനിവാര്യമായ ആചാരങ്ങളെക്കുറിച്ചുള്ള വാദത്തിനിടയിലാണ് ജസ്റ്റിസ് BV നാഗരത്നയുടെ നിരീക്ഷണം. ഒരു അവിശ്വാസിക്ക് മതപരമായ വിഷയങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങളെ തുറന്നുവെച്ച് പരിശോധിക്കേണ്ടതില്ലെന്നും ജസ്റ്റിസ് നാഗരത്ന വ്യക്തമാക്കി. ശബരിമലയിൽ കയറിയ ബിന്ദു അമ്മിണിയും കനകദുർഗയും വിശ്വാസികളാണോ എന്നും കോടതി ചോദിച്ചു. രണ്ടുപേരും കേരളത്തിൽ നിന്നുള്ള ഹിന്ദുക്കളാണെന്ന് യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവർക്ക് വേണ്ടി വാദിക്കുന്ന അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗ് അറിയിച്ചു. ശബരിമല പ്രവേശനത്തിന് ശേഷം ബിന്ദു അമ്മിണിക്ക് നേരെ ആൾക്കൂട്ടമർദ്ദനമുണ്ടായി എന്നും അഭിഭാഷക വാദിച്ചു. കേസിൽ യുവതീ പ്രവേശനത്തെ എതിർക്കുന്ന കക്ഷികളുടെ വാദം നേരത്തെ പൂർത്തിയായിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ അന്വേഷണം പൂർത്തിയായെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ലൈംഗിക അതിക്രമത്തിന് തെളിവുണ്ടെന്ന് SIT കണ്ടെത്തി. കേസിലുടൻ കുറ്റപത്രം സമർപ്പിക്കും. അതേസമയം ജാമ്യവ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ട് രഞ്ജിത്ത് കോടതിയെ സമീപിക്കും. യുവനടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരായ കേസിലാണ് അന്വേഷണം പൂർത്തിയായത്. കേസിൽ കുറ്റപത്രം തയ്യാറാക്കി വരികയാണെന്നും ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്നും പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. രഞ്ജിത്തിനെതിരെ ലൈംഗിക അതിക്രമത്തിന് തെളിവുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. കേസിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിജീവിതയെ രഞ്ജിത്ത് ഭീഷണിപ്പെടുത്തിയതായി വിവരമില്ലെന്നും SIT അറിയിച്ചു. എന്നാൽ കേസിന് മുൻപ് ചില ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടന്നതായി വിവരമുണ്ട്. അതിനിടെ വീണ്ടും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് രഞ്ജിത്ത്. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ടാണ് രഞ്ജിത്ത് കോടതിയെ സമീപിക്കുക. ജില്ല വിട്ട് പുറത്തുപോകാൻ അനുമതി വേണമെന്നതടക്കം രഞ്ജിത്ത് കോടതിയിൽ ഉന്നയിക്കും. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ടുള്ള ഹർജി നാളെ നൽകും. ജനുവരി 30 ഫോർട്ട് കൊച്ചിയിൽ സിനിമാ ഷൂട്ടിങ്ങിനിടെ ഒരു കാരവനിൽ വെച്ച് രഞ്ജിത്ത് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നതാണ് യുവതിയുടെ പരാതി. പരാതിക്ക് പിന്നാലെ മാർച്ച് 31 ഇടുക്കിയിൽ നിന്ന് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ആദ്യം 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട രഞ്ജിത്തിനെ പിന്നീട് 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിരുന്നു. ഏപ്രിൽ 10 ആരോഗ്യപരമായ കാരണങ്ങൾ മുൻനിർത്തി കർശന വ്യവസ്ഥകളോടെ ജാമ്യം അനുവദിക്കുകയായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ആത്മീയതയുടെയും വികസനത്തിന്റെയും പുതുചരിത്രം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ഭക്തി നിർഭരമായ ദർശനത്തിന് പിന്നാലെ ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഉത്തർപ്രദേശിന്റെ മുഖച്ഛായ മാറ്റുന്ന ഗംഗാ എക്സ്പ്രസ് വേയുടെ ഉദ്ഘാടനവും സന്ദർശനത്തിന്റെ പ്രധാന ആകർഷണമായി. ദേവേഭ്യോ വിവിദേവേഭ്യോ ദേവേഭ്യോ വിദധാതി ദദാതി വിദേവേഭ്യോ ദേവേഭ്യോ വിദധാതി. ആത്മീയതയ്ക്കൊപ്പം തന്നെ വികസനത്തിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഇത്തവണ വാരണാസിയിലെത്തിയത്. തന്റെ ലോക്സഭാ മണ്ഡലത്തിന്റെ പുരോഗതിക്കായി 6350 കോടി രൂപയുടെ വമ്പൻ പദ്ധതികൾക്കാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. ഇതിനോടകം പൂർത്തീകരിച്ച 48 പദ്ധതികൾ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. റെയിൽവേ, ഗതാഗതം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നതാണ് ഈ പദ്ധതികൾ. യാത്രാക്ലേശം പരിഹരിക്കാൻ വാരണാസി അസംഗഡ് റോഡ് വീതികൂട്ടൽ, പുതിയ റെയിൽവേ ലൈനുകൾ, ഗംഗാനദിക്ക് കുറുകെയുള്ള റെയിൽ കം റോഡ്, പാലം എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. ആരോഗ്യമേഖലയ്ക്ക് കരുത്തേകാൻ 500 കിടക്കകളുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. കൂടാതെ ബനാറസിൽ നിന്ന് പുനെയിലേക്കും അയോധ്യയിൽ നിന്ന് മുംബൈയിലേക്കും പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. കാശിയെയും പ്രയാഗ്രാജിനെയും ബന്ധിപ്പിക്കുന്ന 36,000 കോടിയിലധികം രൂപയുടെ ഗംഗ എക്സ്പ്രസ് വേയും ഈ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. പശ്ചിമബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. 90% പോളിംഗ് രേഖപ്പെടുത്തി. ഡയമണ്ട് ഹാർബർ മേഖലയിൽ വോട്ടിംഗ് മെഷീനിൽ BJPയുടെ ചിഹ്നം മറിച്ചതിനെ തുടർന്ന് സംഘർഷമുണ്ടായി. മേഖലയിൽ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്നവർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. വോട്ടെടുപ്പിനോടനുബന്ധിച്ച് ബംഗാളിൽ കനത്ത സുരക്ഷയാണ്. ഇതോടൊപ്പം കേരളം ഉൾപ്പെടെയുള്ള 5 ഇടങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങളും അല്പസമയത്തിനകം വരും. ജിഷ്ണു കൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ജിഷ്ണു, 1ാം ഘട്ടത്തെ പോലെ തന്നെ 90% മുകളിലേക്ക് 2ാം ഘട്ടത്തിലെയും
പോളിംഗ് എത്തുകയാണ്. 92% ഒന്നാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയതെങ്കിൽ ഇപ്പോൾ വരുന്ന കണക്കുകൾ അനുസരിച്ച് 90% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇനി ഔദ്യോഗിക കണക്കുകൾ വരുമ്പോൾ സ്വാഭാവികമായും കുറച്ച് കൂടാനുള്ള സാധ്യതയാണല്ലോ ഉള്ളത്. ഒപ്പം എക്സിറ്റ് പോൾ ഫലങ്ങളും കാത്തിരിക്കുകയാണ്. അഖില, പശ്ചിമ ബംഗാളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ്, അവസാനഘട്ട വോട്ടെടുപ്പും അതിനുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ്. അഖില ചൂണ്ടിക്കാട്ടിയതുപോലെ നിലവിൽ 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 90%-ഓളം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 89.9% 5 മണിവരെയുള്ള പോളിംഗ് രേഖപ്പെടുത്തിയത്. ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരുമ്പോൾ 90%-ന് മുകളിലേക്ക് രണ്ടാം ഘട്ടത്തിലും പോളിംഗ് എത്തും. ആദ്യഘട്ടത്തിൽ 93%-ന് മുകളിലായിരുന്നു ബംഗാളിൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. അതായത് രാജ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പോളിംഗ് ആയിരുന്നു പശ്ചിമ ബംഗാളിൽ ഒന്നാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. രണ്ടാം ഘട്ടത്തിലും സമാനമായ പോളിംഗ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് നോർത്ത് 24 പർഗാനസ്, ഡയമണ്ട് ഹാർബർ മേഖലകളിൽ സംഘർഷം റിപ്പോർട്ട് ചെയ്തു. ഡയമണ്ട് ഹാർബർ മേഖലയിൽ BJPയുടെ ചിഹ്നം വോട്ടിംഗ് മെഷീനിൽ നിന്ന് മറച്ചുവെച്ചതുമായി ബന്ധപ്പെട്ട് അവിടെ സംഘർഷമുണ്ടായിരുന്നു. അവിടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതിനോടകം തന്നെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിശക്തമായിട്ടുള്ള സുരക്ഷയിലായിരുന്നു ബംഗാളിൽ വോട്ടെടുപ്പ് പൂർത്തിയാക്കിയിട്ടുള്ളത്. തീർച്ചയായും ഇനി അഖില വ്യക്തമാക്കിയതുപോലെ എക്സിറ്റ് പോൾ ഫലങ്ങളിലേക്കുള്ള കാത്തിരിപ്പാണ്. അല്പസമയത്തിനകം തന്നെ വിവിധ ഏജൻസികൾ നടത്തിയിട്ടുള്ള സർവേ റിപ്പോർട്ടുകൾ പുറത്തുവരും. അതിൽ വിവിധ ഏജൻസികൾ ഇന്ന് ബംഗാളുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോളുകൾ പുറത്തുവിടുന്നില്ല എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. അതായത് കേരളം, തമിഴ്നാട്, കേരളം, തമിഴ്നാട്, പുതുച്ചേരി, അസം ഈ 4 സംസ്ഥാനങ്ങളിലെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്തുവരും. ചില ഏജൻസികൾ ബംഗാളിൻ്റെയും എക്സിറ്റ് പോളുകൾ പുറത്തുവിടും. ബംഗാളിൻ്റെ വോട്ടെടുപ്പ് കഴിയുന്നതിന് വേണ്ടിയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാൻ ഏജൻസികൾ കാത്തിരുന്നിട്ടുള്ളത്. തീർച്ചയായും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എന്തായിരിക്കും ജനങ്ങൾ ചിന്തിച്ചത് എന്ന് സംബന്ധിച്ചൊരു സൂചനയായിരിക്കും എക്സിറ്റ് പോളിൽ ഉണ്ടാവുക. മുൻപ് നിരവധി തവണ, അത് കഴിഞ്ഞ ഹരിയാന തെരഞ്ഞെടുപ്പാണെങ്കിലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ തീർത്തും തിരുത്തിക്കൊണ്ടായിരുന്നു, അത് തെറ്റായിക്കൊണ്ടായിരുന്നു യഥാർത്ഥ ഫലം, യഥാർത്ഥ ജനവിധി പുറത്തു വന്നത്. എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾ എങ്ങനെ ചിന്തിച്ചു എന്നത് സംബന്ധിച്ചൊരു സൂചന എക്സിറ്റ് പോളുകളിലൂടെ നമുക്ക് ലഭ്യമാകും. ഏതായാലും അല്പസമയത്തിനകം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ എങ്ങനെ ചിന്തിച്ചു എന്നത് സംബന്ധിച്ച എക്സിറ്റ് പോളുകൾ പുറത്തുവരും. അതിനുവേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷത്തെ ഇടതു ഭരണത്തിന് അവസാനമുണ്ടാകുമോ അതല്ലെങ്കിൽ ഭരണ തുടർച്ച ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ച വലിയ കാത്തിരിപ്പാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം അവകാശവാദം ഉന്നയിക്കുമ്പോൾ യഥാർത്ഥ ഫലം അറിയുന്നതിന് മെയ് 4 വരെ കാത്തിരിക്കണമെങ്കിൽ പോലും അല്പസമയത്തിനകം തന്നെ എക്സിറ്റ് പോളുകൾ പുറത്തുവരും. ബംഗാളിൽ ഏതായാലും അവസാനഘട്ട വോട്ടെടുപ്പും പൂർത്തിയായിരിക്കുകയാണ്. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പേരിൽ വ്യാജ കത്തിറക്കിയെന്ന കേസിൽ K. സുധാകരന്റെ മരുമകനെ പോലീസ് ചോദ്യം ചെയ്തു. അജിത് കുമാറിനെയാണ് പോലീസ് ചോദ്യം ചെയ്തത്. കത്ത് പ്രചരിപ്പിച്ചവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ TO മോഹനെ പിന്തുണച്ചും K. സുധാകരന്റെ വിജയസാധ്യതയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കത്ത് നൽകി എന്നതാണ് വ്യാജമായി പ്രചരിപ്പിക്കുന്ന കത്തിലെ ഉള്ളടക്കം. കത്ത് തന്റേതെന്ന് തെളിയിച്ചാൽ രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്ന് നേരത്തെ സണ്ണി ജോസഫ് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനെ ഉയർത്തിക്കാട്ടി കോഴിക്കോടും ഫ്ലക്സ്. ടൂർണമെന്റ് ജയിച്ചാൽ കപ്പ് വാങ്ങുന്നത് ക്യാപ്റ്റനാകുമെന്ന് എഴുതിയ ഫ്ലക്സ് ബോർഡാണ് ജില്ലാ കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. സെലക്ടറും പരിശീലകനും കപ്പ് വാങ്ങുന്നത് എതിർപ്പിനിടയാക്കുമെന്നും പോസ്റ്ററിൽ മുന്നറിയിപ്പുണ്ട്. സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിലാണ് ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടത്. UDF-കാരൻ മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പായെന്നും ഓരോ ദിവസവും പ്രതീക്ഷ കൂടി വരികയാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. മുഖ്യമന്ത്രി ആരാകുമെന്നതിനെക്കുറിച്ച് ലീഗ് ചർച്ച ചെയ്തിട്ടില്ല. ലീഗിനോട് ആവശ്യപ്പെട്ടാൽ പേര് നിർദ്ദേശിക്കും. വോട്ട് പെട്ടിയിലായിട്ടുണ്ട്. പെട്ടിക്കകത്ത് വെച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ലെന്നും PMA സലാം പറഞ്ഞു. ഇപ്പോൾ വയനാട് മുസ്ലിം ലീഗ് അല്ലാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്തു. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ് CPM. ഒരു വീട് CPM ഉണ്ടാക്കി കൊടുത്തു. ഗവൺമെൻറ് കൊടുക്കുന്ന വീട് 4-ാം തീയതി കഴിഞ്ഞാൽ ഞങ്ങളതാ. 4-ാം തീയതി കഴിഞ്ഞാൽ ആ വീട് മുസ്ലിം ലീഗ് അടക്കമുള്ള കേരള ഗവൺമെൻറ്റിൻ്റേതാണ്. അപ്പോൾ അത് നന്നാക്കി കൊടുക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. അവിടെ വിള്ളലുണ്ട്, ചോർച്ചയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വിള്ളലും ചോർച്ചയും തമ്മിലുള്ള തർക്കം നടക്കുന്നുണ്ട്. ഏതായാലും ഒരു കടലാസ് കൊണ്ടുപോയി തുടച്ചിട്ടല്ല ചോർച്ച ഞങ്ങൾ തീർക്കാൻ പോകുന്നത്. ആരാണ് ഉത്തരവാദി എന്ന് വെച്ചാൽ ആ ഉത്തരവാദികളെ
നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. അടുത്ത 3 മണിക്കൂറിൽ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് 2 പേർക്ക് സൂര്യാതപമേറ്റു. കാഞ്ഞങ്ങാട് നഗരസഭ വാർഡ് കൗൺസിലർ എൻ ഉണ്ണികൃഷ്ണൻ, തൃക്കരിപ്പൂരിലെ 8 വയസ്സുകാരൻ നിഷാൻ എന്നിവർക്കാണ് സൂര്യാതപമേറ്റത്. കൗൺസിലർ ഉണ്ണികൃഷ്ണൻ കാഞ്ഞങ്ങാട് നഗരത്തിൽ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് പൊള്ളലേറ്റത്. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടി. വിദ്യാർത്ഥിയായ ഇഷാന് കഴുത്തിനാണ് പൊള്ളലേറ്റത്. വീടിന് സമീപത്തെ ക്ഷേത്രോത്സവത്തിനിടെയാണ് സൂര്യാതപമേറ്റത്. കാസർഗോഡ് അടൂരിൽ വീട്ടിലെ മേശവലിപ്പിൽ സ്വർണ്ണമോതിരമിട്ട ചേര. പതിക്കാലിലെ രവിയുടെ വീട്ടിലെ മേശവലിപ്പിലാണ് ചേരയെ കണ്ടത്. മേശയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമോതിരം ചേരയുടെ ശരീരത്തിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. കുട്ടികൾ മേശവലിപ്പ് തുറന്നെങ്കിലും കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. വനംവകുപ്പിന്റെ റെസ്ക്യൂവർ എത്തി പാമ്പിനെ മേശവലിപ്പിൽ നിന്നും പുറത്തെടുത്ത് മോതിരം മുറിച്ചു മാറ്റി. മലപ്പുറത്ത് പാമ്പ് കടിയേൽക്കാതെ കുട്ടി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തിരൂർ കൈമളശ്ശേരിയിലാണ് സംഭവം. വീടിനോട് ചേർന്ന് കുട്ടി കളിക്കുന്നതിനിടെ പാമ്പിനെ കണ്ടു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കുട്ടി പാമ്പിനെ കണ്ട് ഓടുന്നത് ദൃശ്യങ്ങളിൽ കാണാം. കാസർഗോഡ് നീലേശ്വരത്ത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ആകാശപാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരവുമായി നഗരസഭാ ജനകീയ കർമ്മസമിതി. നീലേശ്വരം നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരും രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഒറ്റക്കെട്ടായി നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന് നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ തുടക്കമായി. ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ചു. നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനെ 2ആയി വിഭജിച്ചുകൊണ്ടുള്ള ദേശീയപാത വികസനത്തിനെതിരെ ജനകീയ പ്രതിഷേധങ്ങൾ ശക്തമായിട്ട് 1 മാസത്തിലേറെയായി. നീലേശ്വരത്ത് ആകാശപാത ആവശ്യപ്പെട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ കേന്ദ്ര ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ളവരെ കണ്ട് കാര്യങ്ങൾ അറിയിച്ചിട്ടും ദേശീയപാത അതോറിറ്റി ഭാഗത്തു നിന്ന് നടപടികളില്ലാത്ത സാഹചര്യത്തിലാണ് നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരും രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഒറ്റക്കെട്ടായി അണിചേർന്നുള്ള അനിശ്ചിതകാല സമരത്തിന് തുടക്കമായത്. മണ്ണിട്ടുയർത്തിയുള്ള എംബാങ്ക്മെന്റ് മാറ്റി ദേശീയപാതയിൽ നെടുങ്കണ്ട മുതൽ കരുവാച്ചേരി വരെ എലിവേറ്റഡ് ബ്രിഡ്ജ് നിർമ്മിക്കുക, ദേശീയപാതയിൽ പുഴക്കു കുറുകെയുള്ള പഴയ പാലം പൊളിച്ചുമാറ്റി പുതിയ പാലം നിർമ്മിക്കുക എന്നിവയാണ് ജനകീയ കർമ്മസമിതി മുന്നോട്ട് വെക്കുന്ന ആവശ്യം. നീലേശ്വരം ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരേ മനസ്സായി നീലേശ്വരം ആകാശപാതക്കായി അണിനിരക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നതിന്റെ പ്രഖ്യാപനം കൂടിയായി ഈ മഹത്തായ കൺവെൻഷൻ അക്ഷരാർത്ഥത്തിൽ മാറുകയാണ്. നീലേശ്വരത്ത് സമരം ശക്തമാകവേ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ സ്ഥലം സന്ദർശിച്ച് 65 വർഷം പഴക്കമുള്ള പാലം പൊളിച്ചുമാറ്റി പുതിയത് പണിയാമെന്ന് ഉറപ്പേകിയിട്ടുണ്ട്. അതേസമയം ആകാശപാത യാഥാർത്ഥ്യമാകും വരെ നഗരസഭ ജനകീയ കർമ്മസമിതി നടത്തുന്ന സമരം തുടരും. നീലേശ്വരം നഗരം വിഭജിച്ചുകൊണ്ടുള്ള ദേശീയപാത വികസനം നൂറുകണക്കിന് വ്യാപാരികൾക്കും നഗരത്തിന്റെ വികസനത്തിനും ടൗണിലേക്കുള്ള യാത്രയ്ക്കും വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്. ഭൂമിയും വീടുമില്ലാത്തവർക്കായി സംസ്ഥാന സർക്കാർ ലൈഫ് പദ്ധതിയിൽ നടപ്പാക്കുന്ന ഫ്ളാറ്റുകളുടെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. ഇടുക്കി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ 2021 തുടങ്ങിയ ഫ്ളാറ്റ് നിർമ്മാണം തറ കെട്ടിയതോടെ മുടങ്ങി. ഭൂമിയും വീടുമില്ലാത്ത 41 കുടുംബങ്ങൾക്ക് തലചായ്ക്കാൻ ഒരിടം. ഈ ലക്ഷ്യത്തോടെയാണ് 2021 കാഞ്ചിയാറിൽ ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി ഫ്ളാറ്റ് നിർമ്മാണം തുടങ്ങിയത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വിട്ടു നൽകിയ 1 ഏക്കർ സ്ഥലത്തായിരുന്നു ഫ്ളാറ്റ് നിർമ്മാണം. ഫ്ളാറ്റിനായി തറകെട്ടി. ഇതോടെ പണിയും നിലച്ചു. കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ വെള്ളം ലഭിക്കാതെ വന്നതാണ് പദ്ധതിക്ക് തിരിച്ചടിയായത്. കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇവിടെ 41 കുടുംബങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് പദ്ധതി തയ്യാറാക്കിയവർ ചിന്തിച്ചില്ല. ഈ പദ്ധതി ആവിഷ്കരണം വെച്ചപ്പോൾ തന്നെ ഇത് പാളിയെന്ന് പറയാനുള്ള കാരണം ഇത്രയും കുടുംബങ്ങൾക്ക് അവിടെ എവിടെ വെള്ളം കൊടുക്കുമെന്ന് പോലും ഒരു ബോധ്യമില്ലാതെയാണ് ആ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. 6 വർഷമായിട്ടും ആ പദ്ധതി തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങൾ പുതിയ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇതിനെക്കുറിച്ച് ചോദിക്കുകയും അതുപ്രകാരം ലൈഫ് മിഷന് 2-ാം മാസത്തിൽ നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി കത്ത് കൊടുത്തതാണ്. ആ കത്തിനൊരു മറുപടി പോലും നാളെ ഇന്ന് വരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഫ്ളാറ്റിനായി കെട്ടിയ തറയിൽ കാട് വളർന്നു. ഇഴജന്തുക്കളും ധാരാളം. ഇതോടെ സമീപവാസികളുടെ ജീവിതവും ദുരിതത്തിലായി. സ്വന്തമായി വീടില്ലാത്ത 41 കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ് ഇവിടെ കാട് കയറി നശിക്കുന്നത്. ഭവനരഹിതരില്ലാത്ത കേരളമെന്ന സ്വപ്നം
ഇനിയും ഏറെ അകലെയാണ്. ക്യാമറാമാൻ അഭിലാഷ് അലക്സിനൊപ്പം MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ബംഗ്ലാദേശിനെ കടുത്ത ആരോഗ്യ പ്രതിസന്ധിയിലാക്കി 5ാം പനി വ്യാപനം കൂടുന്നു. കുട്ടികൾ ഉൾപ്പെടെ 250 പേരാണ് ഇതുവരെ രോഗബാധയെ തുടർന്ന് മരിച്ചത്. അയൽരാജ്യമായ ബംഗ്ലാദേശിലെ ഗുരുതര സാഹചര്യം ഇന്ത്യക്കും മ്യാൻമറിനും വലിയ ഭീഷണിയാണെന്നും അതിർത്തി കടന്നുള്ള രോഗവ്യാപനത്തിന് ഉയർന്ന സാധ്യതയുണ്ടെന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. ബംഗ്ലാദേശിലെ ആരോഗ്യവകുപ്പിന്റെയും വാക്സിനേഷൻ പരിപാടികളുടെയും ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ പാളിച്ചകളാണ് പ്രശ്നത്തിന് പിന്നിലെ പ്രധാന കാരണം. രാഷ്ട്രീയ അസ്ഥിരതയും ഭരണപരമായ കെടുകാര്യസ്ഥതയും കാരണം 2025 വാക്സിനേഷൻ എടുത്ത കുട്ടികളുടെ നിരക്ക് 59.6% കുറഞ്ഞു. 2020 ശേഷം രാജ്യത്ത് കാര്യക്ഷമമായ രീതിയിലുള്ള വാക്സിനേഷൻ യജ്ഞങ്ങൾ നടക്കാത്തത് സമൂഹത്തിൽ രോഗപ്രതിരോധ ശേഷി കുറയാനിടയാക്കി. 1 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ് 91% കേസുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നത് സ്ഥിതിവിവര കണക്കുകളിലെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. മാർച്ചിൽ മാത്രം 43 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ 5ാം പനിയാണെന്ന് സംശയിക്കപ്പെടുന്ന മരണങ്ങളുടെ എണ്ണം 216 കടന്നതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കുട്ടികൾ ഉൾപ്പെടെ 250 പേരാണ് ഇതുവരെ രോഗബാധയെ തുടർന്ന് മരിച്ചത്. അയൽരാജ്യമായ ബംഗ്ലാദേശിലെ ഈ ഗുരുതര സാഹചര്യം ഇന്ത്യക്കും മ്യാൻമറിനും വലിയ ഭീഷണിയാണെന്നും അതിർത്തി കടന്നുള്ള രോഗവ്യാപനത്തിന് ഉയർന്ന സാധ്യതയുണ്ടെന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ധാക്ക, ചട്ടോഗ്രാം തുടങ്ങിയ പ്രധാന നഗരങ്ങൾ അന്താരാഷ്ട്ര യാത്രാ കേന്ദ്രങ്ങളായതിനാൽ വിദേശ യാത്രക്കാർ വഴി രോഗം മറ്റ് രാജ്യങ്ങളിലേക്ക് പടരാൻ സാധ്യതയുണ്ട് എന്ന് ഏപ്രിൽ 23 പുറത്തിറങ്ങിയ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയിൽ പൊതുവെ 5ാം പനി കേസുകൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ പുതിയ പ്രാദേശിക വ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. 2026 അവസാനത്തോടെ രാജ്യത്ത് നിന്ന് 5ാം പനിയും റുബല്ലയും പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. എങ്കിലും അതിർത്തി സംസ്ഥാനങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് കൊല്ലം കൊട്ടാരക്കരയിൽ മകൻ അമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അമ്മയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കൊട്ടാരക്കര ETC പ്രദേശത്താണ് സംഭവം നടന്നത്. രാധാമണി എന്ന അമ്മയെ മകൻ മഹേഷ് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. കുടുംബ വഴക്കിനെ തുടർന്നാണ് ആക്രമണമെന്നാണ് പ്രാഥമിക വിവരം. അടുക്കളയിൽ നിന്ന് രാധാമണിയെ പിന്നിലൂടെ എത്തിയ മകൻ വെട്ടുകത്തിയെടുത്ത് കഴുത്തിനു പിന്നിൽ വെട്ടുകയായിരുന്നു. നിലവിളി കേട്ട് എത്തിയ നാട്ടുകാരാണ് രാധാമണിയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചത്. സംഭവത്തിന് പിന്നാലെ മഹേഷിനെ കൊട്ടാരക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തു. മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഭാര്യയുടെ 2ാം അച്ഛനെ പത്തൽ വടി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ യുവാവിന് ജീവപര്യന്തം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. മണ്ണഞ്ചേരി സ്വദേശി ബിജുവിനെ കൊലപ്പെടുത്തിയ കേസിൽ കൊല്ലം ഇടിവ സ്വദേശി മനോജ് കൃഷ്ണനെയാണ് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി S ഭാരതി ജീവപര്യന്തം കഠിന തടവിന് 1 ലക്ഷം രൂപ പിഴയ്ക്ക് ശിക്ഷിച്ചത്. ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ മകളുമായി അടുപ്പത്തിലായതും വിവാഹം കഴിക്കുകയും ചെയ്തത് ചോദ്യം ചെയ്തതിലുള്ള വിരോധത്തിലാണ് കൊലപാതകം. 2024 ഒക്ടോബർ 7-ാം തീയതിയായിരുന്നു സംഭവം. കൊല്ലത്ത് 8 വയസ്സുകാരി തെരുവ് നായയുടെ കടിയേറ്റ് മരിച്ച സംഭവത്തിൽ ചികിത്സിച്ച ഡോക്ടർമാർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. പുനലൂർ ആശുപത്രി സൂപ്രണ്ടടക്കം 4 ഡോക്ടർമാരാണ് പ്രതികൾ. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KR സുനിൽകുമാർ, ഡോക്ടർ ദേവി ലക്ഷ്മി, ഡോക്ടർ അംജിത, ഡോക്ടർ ജയസൂര്യ എന്നിവരാണ് പ്രതികൾ. പുനലൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. അശ്രദ്ധയോടെ കുട്ടിയെ ചികിത്സിച്ചുവെന്നും തെളിവ് നശിപ്പിക്കാൻ ആശുപത്രി സൂപ്രണ്ട് കൂട്ടുനിന്നുവെന്നാണ് FIR. കുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് കേസെടുക്കാൻ നിർദ്ദേശം. കഴിഞ്ഞ വർഷം ഏപ്രിൽ 8-നാണ് നായയുടെ കടിയേറ്റ നിയ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. മെയ് 5-ന് തിരുവനന്തപുരം SATയിൽ ചികിത്സയിലിരിക്കെയാണ് കുട്ടി മരിച്ചത്. കോട്ടയം പൂഞ്ഞാറിൽ കാറ്റിൽ വ്യാപക നാശനഷ്ടം. മഴയ്ക്കൊപ്പമെത്തിയ കാറ്റാണ് നാശം വിതച്ചത്. മരങ്ങൾ കടപുഴകി വീണ് പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി ലൈനുകൾ തകർന്ന് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു. തണ്ണീർമുക്കം ബണ്ട് തുറന്നതോടെ കുമരകം, തിരുവാർപ്പ്, ഐമനം പഞ്ചായത്ത് പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ ശുദ്ധജലക്ഷാമം രൂക്ഷം. പ്രദേശത്തെ ജലസ്രോതസ്സുകളിൽ ഉപ്പുവെള്ളം കലർന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. കുടിവെള്ള പദ്ധതികളിൽ നിന്നുള്ള ജലവിതരണവും മുടങ്ങിയതോടെ വില കൊടുത്ത് വെള്ളം വാങ്ങുകയാണ് ഇവിടുത്തെ കുടുംബങ്ങൾ. ഒരാഴ്ച മുമ്പ് വരെ പോള തെങ്ങി ജലം കാണാനാകാത്ത സ്ഥിതിയിലായിരുന്നു കൊടൂരാറും അതിൻ്റെ കൈവഴികളുമെല്ലാം. തണ്ണീർമുക്കം ബണ്ട് തുറന്നതോടെ പോള നീങ്ങുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്തു. എന്നാൽ ഇതോടെ ശുദ്ധജലം കിട്ടാക്കനിയായി. കുമരകം, തിരുവാർപ്പ്, ഐമനം പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് ജലസ്രോതസ്സുകളിൽ ഊരുവെള്ള സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. കുടിവെള്ള പദ്ധതികളും നിർജ്ജീവമായതോടെ തിരുവാർപ്പ് പഞ്ചായത്തിലെ കാഞ്ഞിരം മേഖലയിൽ ആളുകൾ വില കൊടുത്ത് വെള്ളം വാങ്ങുകയാണ്. നിറയ്ക്കുക. അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസം 1 മാസത്തോളമായിട്ട് ഒട്ടും വെള്ളമില്ല.
ഒരു 4-5 ദിവസം കൂടുമ്പോൾ ശകലമായി. ഏറ്റവും ലാസ്റ്റ് ഇവിടെ അല്ലേ, അതുകൊണ്ട് അങ്ങോട്ടൊക്കെ ഉള്ളവർക്കൊക്കെ വെള്ളം കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾ മെമ്പറോട് വിളിച്ച് പറയുമ്പോൾ അവരങ്ങോട്ട് വിളിച്ച് പറയും. എങ്ങനെയാണ് ആരെ വിളിച്ചെന്ന് പറഞ്ഞാലും വെള്ളം ഇല്ല. ഒന്നത്തരാടം വന്നുകൊണ്ടിരുന്ന നേരത്തെ, ഇപ്പോൾ അങ്ങനെയും വരുന്നില്ല. 5-6 ദിവസം കൂടുമ്പോൾ വന്നാലും ഞങ്ങൾക്ക് കിട്ടാൻ പാടാ. ഒരു 12 ആകുമ്പം വരും, ഒരു 12-12:45 1 മണിയാകുമ്പോൾ കറക്റ്റ് നിൽക്കും. അന്നേരം എല്ലാവർക്കും, ഞങ്ങളിവിടെ 4 വീട്ടുകാരുണ്ട്, അവർക്ക് ഒരു 2 കുളം വെള്ളം കിട്ടുകയില്ല. അന്നേരം നിന്ന് പോകും. അല്ലെങ്കിൽ ടാങ്കിൽ ഇവിടെ അടിക്കുവാണെങ്കിൽ ഒരു ടാങ്ക് വെള്ളത്തിന് 300 രൂപ. ടാങ്കറിൽ വെള്ളം എത്തിച്ചാലും വഴിയില്ലാത്തത് മൂലം തലച്ചുമടായും വള്ളത്തിലുമൊക്കെയാണ് വെള്ളം വീടുകളിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങൾ ഈ കഴിഞ്ഞ 5-6 മാസമായിട്ട് വെള്ളമില്ലാതെ ഞാൻ പല ദിവസം കഞ്ഞി വെക്കാത്ത ദിവസങ്ങളുണ്ട്, വെള്ളമില്ലാഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ കോട്ടയം ടൗണിൽ പോയി വെള്ളം എടുക്കാനാണെങ്കിൽ ഈ പോളയുടെ ശല്യം കൊണ്ട് അത് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 600 രൂപ ഒരു വണ്ടിക്ക് 1000 ലിറ്ററിന് കൊടുത്ത് ഈ ടാങ്കിൽ അടിച്ചിട്ട് ആണ് ഞങ്ങൾ എടുക്കുന്നത്. അതും ഇവിടെ വന്ന ഈ പാലത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ആ ഓണിപ്പാലം കയറി ഇക്കരെ വന്ന് പെണ്ണുങ്ങൾ ചുമന്ന് ഓരോ ഉടമ്പിതം കൊണ്ടുപോയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും ഇത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഒരു ഒന്നത്തിരാടൻ 2-3 അങ്ങോട്ടൊരു മാറി ഒരു 5-6 വീടുകളുണ്ട്, അവരിവിടെ വന്ന് ഞങ്ങളുടെ വെള്ളം എടുക്കും. ഒന്നത്തിരാടൻ ഞങ്ങൾ വെള്ളം നിറയ്ക്കണം. ഓരോ വേനൽക്കാലത്തും ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ അനുഭവപ്പെടുന്ന ദുരിതമാണിത്. ചുറ്റും വെള്ളമുണ്ടെങ്കിലും കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനുമൊക്കെ വെള്ളം വില കൊടുത്ത് വാങ്ങേണ്ട സ്ഥിതി. മഴക്കാലത്ത് വെള്ളത്തെ ഭയന്നും വേനൽക്കാലത്ത് കുടിവെള്ളത്തിനായി കൊതിച്ചും കഴിയേണ്ട ദുരവസ്ഥയ്ക്ക് എന്ന് പരിഹാരമുണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. അമൃത ന്യൂസ്, കോട്ടയം. UEFA ചാമ്പ്യൻസ് ലീഗ് 2ാം പാദ സെമിയിൽ ആഴ്സണൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടും. ഇന്ന് രാത്രി 12:30 മത്സരം. ആദ്യപാദ സെമി ഫൈനലിൽ ബയൺ മ്യൂണിക്കിനെ തകർത്ത് PSG 4-നെതിരെ 5 ഗോളുകൾക്കായിരുന്നു PSG യുടെ ജയം.